ഇപ്പോൾ കെ രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. രാജേന്ദ്രൻ, വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 662 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നടപടി സ്വീകരിച്ചിരുന്നു. ഈ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ കുറ്റപത്രത്തിൽ പ്രതികളായി മാറുന്നത്? ഇവർ രണ്ടും മാത്രമല്ല, സാം പിട്രോഡയുടെ പേരും ഈ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാജേന്ദ്രൻ, ഈ നാഷണൽ ഹെറാൾഡ് പത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു മാധ്യമമായിരുന്നു. ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അന്ന് യുവജനങ്ങൾക്കിടയിൽ, അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്കിടയിൽ ദേശീയബോധം ഉണ്ടാക്കാനായി അന്നത്തെ ധീരദേശാഭിമാനികളായ അഭ്യസ്തവിദ്യരായ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാവരും കൂടി അവരുടെ കയ്യിലുള്ള തുച്ഛമായ തുക ഓഹരിയായി നൽകിക്കൊണ്ട് അങ്ങനെ തുടങ്ങിയ വലിയ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു പത്രമായിരുന്നു ഈ നാഷണൽ ഹെറാൾഡ്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിൻ്റെ എന്നല്ല, കുറേ കാലം ഒരു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രം എന്നൊരു പ്രതീതിയാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ അത് കോൺഗ്രസിനുപരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രതീകമായാണ് ആ പത്രത്തെ എല്ലാവരും തന്നെ കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് പതുക്കെ ഈ പത്രത്തെ പൂർണ്ണമായും തന്നെ നെഹ്റു കുടുംബം അത് പൂർണ്ണമായും കൈപ്പിടിയിലാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്തെല്ലാം വളരെ സജീവമായ രീതിയിൽ വന്നു. എന്നാൽ പിന്നീട് ഇത് നെഹ്റു കുടുംബത്തിൻ്റെ മാത്രം ഒരു മുഖപത്രം എന്ന രീതിയിൽ വന്നു. പിന്നെ കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ ഇത് വളരെ കുറച്ച്, ഇത് പേരിന് മാത്രം, ഇത് ഏതാനും കോപ്പികൾ മാത്രം ഇറക്കുന്ന ഒരു അവസ്ഥയായി. ഡൽഹിയിലെല്ലാം തന്നെ ഇതിനെ കളിയാക്കി പറഞ്ഞിരുന്നത് ഒരു കോപ്പി സോണിയാഗാന്ധിയുടെ വസതിയിൽ, ഒരു കോപ്പി. രാജേന്ദ്രൻ തുടരുക.